സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ വിചിത്രമാകുന്ന കൗതുകമുണർത്തുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നത്. KPCC പ്രസിഡൻറ്റിന് കൂടോത്രബാധ. വാർത്തകൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളെല്ലാവരും കണ്ടു. വാർത്ത വ്യാഴാഴ്ചയൊക്കെ കണ്ടതായതുകൊണ്ട് അന്ന് തന്നെ ഈ ആഴ്ചത്തെ പാഠഭേദം 2 ദിവസം മുമ്പേ ചെയ്താൽ എന്തെന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം അത്ര രസകരമാകുന്ന ഇൻട്രസ്റ്റിംഗ് ആകുന്ന വാർത്ത. KPCC ഓഫീസിൻ്റെ അകത്ത് വരെ കൂടോത്രം, ദില്ലിയിലെ MP ഓഫീസിൽ കൂടോത്രം. ഈ ദിവസങ്ങൾ എനിക്കറിയില്ല, രാഷ്ട്രീയക്കാർക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശ്വാസമുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ ചാനലിൽ കൂടോത്രം ഫലിക്കുമോ എന്ന ചോദ്യവുമായിട്ട് ഒരു സാക്ഷ്യം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുവാനിടയായി തീർന്നു. ആ സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടോത്രം ഫലിക്കുമോ ഇല്ലയോ എന്നുള്ളത്. എങ്കിലും KPCC പ്രസിഡൻറ്റ് കണ്ണൂരുകാരൻ K സുധാകരനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കൂടോത്രബാധയെക്കുറിച്ച് 2 വാക്കെങ്കിലും പാഠഭേദത്തിൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതുകൊണ്ടാണ് പാഠഭേദത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെയുള്ള പാഠഭേദങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ഞാൻ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ സ്വപ്നം കാണും. ഞാൻ പണ്ട് നമ്മുടെ പൂഞ്ഞാറെ PC ജോർജ് സാറിനെ സ്വപ്നം കണ്ടത് പറഞ്ഞു, മാധ്യമപ്രവർത്തകൻ ഷാജൻ സക്രിയായ സ്വപ്നം കണ്ടത് പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കൊക്കെ കുറേ പേരെയൊക്കെ സ്വപ്നം കാണാറുണ്ട്. പണ്ടെങ്ങോ ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു നേതാവാണ് K സുധാകരൻ. ഇപ്പോഴൊന്നും വില കേട്ടോ, ഒരു 7-8 വർഷങ്ങൾക്ക് മുമ്പ്. എന്താണെങ്കിലും ഞാൻ കണ്ട സ്വപ്നവും ഇപ്പോഴത്തെ കൂടോത്രമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ സുധാകരനെ പണ്ട് സ്വപ്നം കണ്ടിട്ടുള്ളത് കൊണ്ട് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കൂടോത്രത്തിലേക്ക് വരാം. സുധാകരൻ അസുഖമായിരുന്നു. അങ്ങനെ അസുഖത്തിൻ്റെ കാരണം തേടിപ്പിടിച്ചു. കൂടോത്രമാണ് കാരണമെന്ന് കണ്ടുപിടിച്ചു. ഇനി കൂടോത്രം മാറ്റണമല്ലോ. പിന്നെ ഞാൻ ചില വീഡിയോകളൊക്കെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, KPCCയുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർക്ക് കൂടോത്രബാധ കേൾക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. പണ്ട് VM സുധീരൻ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ പല കൂടോത്രം ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായിട്ട് നമ്മുടെ കാസർഗോഡ് MP ശ്രീമാൻ ഉണ്ണിത്താൻ എപ്പോഴും കൂടി ഉണ്ടായിരുന്നെന്നും, അങ്ങനെ വരുമ്പോൾ ഒരു ഭാഗത്ത് കൂടോത്രം ചെയ്യാൻ ആളുള്ളപ്പോൾ ഉണ്ണിത്താൻ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ അഡ്വൈസ് കൊടുക്കുവാൻ, ആലോചന കൊടുക്കാൻ ഒരു മിടുക്കനാണെന്നുമൊക്കെ ഇങ്ങനെ ദോഷൈക ട്രിക്കുകൾ പല വഴിക്കായിട്ട് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ KPCCക്ക് അകത്ത് മുഴുവൻ കൂടോത്രബാധയാണെന്ന് ചുരുക്കം. ഈ K സുധാകരനെതിരെ കൂടോത്രബാധയെന്ന് ആദ്യം കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ആണോ ഈ കൂടോത്രം ചെയ്തത്. പക്ഷേ അവർ കൂടോത്രം ചെയ്തെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം അവരിൽ ഒട്ടുമുക്കാലും നിരീശ്വരവാദികളാണ്. ഇനി നിരീശ്വരവാദികളല്ലെങ്കിൽ പോലും ഒരു അടവ് നയമെന്ന നിലയിൽ കൂടോത്രത്തെക്കുറിച്ചൊക്കെ പുരോഗമനം വിളിച്ചു പറയേണ്ടവരായതുകൊണ്ട് അതൊന്നും വിശ്വാസമില്ലെന്നേ അവരും പറയത്തുള്ളൂ. പക്ഷേ അടുത്ത ദിവസം M ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന, അമ്പലങ്ങളിലൊക്കെ പോകണമെന്നും മതത്തോടടുത്ത് നിൽക്കണമെന്നും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അങ്ങനെയല്ലത് പഴയ കമ്മ്യൂണിസമാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ കൂടോത്രമൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകാമെന്ന് എനിക്കൊരു സംശയം തോന്നി. പിന്നെ ഈ KPCC ഓഫീസിലും MP ഓഫീസിലുമൊക്കെ ഈ ബാധയുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അതേതായാലും കമ്മ്യൂണിസ്റ്റുകാരായില്ല, K സുധാകരൻ്റെ അടുത്ത ആളുകൾ തന്നെയായിരിക്കും. എന്താണെങ്കിലും ബാധ ഒഴിപ്പിക്കുവാൻ പത്തനംതിട്ടക്കാരനാകുന്ന ഒരു മതാചാര്യനെ കൊണ്ടുവന്നു എന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ മതാചാര്യൻ എന്നൊക്കെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു മതഗുരു എന്നൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. ഇങ്ങനെയൊരു സംശയം തോന്നി, ഇനി ഏതെങ്കിലും പാസ്റ്റർമാരെയാണോ വിളിച്ചുകൊണ്ട് പോയതെന്നൊരു സംശയം തോന്നാതിരുന്നില്ല. പിന്നീടാണ് അടുത്ത ദിവസം മറുനാടൻ്റെ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, പത്തനംതിട്ടക്കാരൻ ഒരു മന്ത്രവാദിയെ കൊണ്ടുപോയി. അപ്പോൾ ഒരു മന്ത്രവാദി ചെയ്ത കൂടോത്രം ഒഴിപ്പിക്കാൻ മറ്റൊരു മന്ത്രവാദിയെ കൊണ്ടുപോയി എന്നർത്ഥം. ആ വിഷയങ്ങളിലൊക്കെ ഞാൻ വരിക. കാരണം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ പ്രസക്തിയുണ്ട്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ പാഠഭേദത്തിൻ്റെ തനത് സ്വഭാവം അനുസരിച്ച് ഒന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, കൂടോത്രം എന്ന് പറയുന്നത് വല്ല ഉള്ളതാണോ അതോ ഒരു അന്ധവിശ്വാസമാണോ? ഇതൊക്കെ ഫലിക്കുന്നതാണോ? നമ്മുടെ മറുനാടൻ സാജൻ സക്രിയയ്ക്ക് ഈ കാര്യത്തിൽ ഒട്ടും വിശ്വാസമില്ല. അദ്ദേഹം പറയുന്നത് ദൈവം നന്മയുടെ ശക്തിയാണ്, ദൈവം അങ്ങനെ മനുഷ്യന് തിന്മ ചെയ്യുവാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിന്നു കൊടുക്കുമോ, അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുമോ എന്നൊക്കെയാണ്
അദ്ദേഹം ചോദിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്നു, അങ്ങനെയാണെങ്കിൽ പിന്നെ പിശാചായിരിക്കാം ഈ കൂടോത്രങ്ങൾ ചെയ്യുന്നത്, അങ്ങനെ ആരെങ്കിലും പിശാചിനോട് പ്രാർത്ഥിക്കുമോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ ഈ സാജൻ സക്കറിയയുടെ ആ വീഡിയോ കണ്ടപ്പോൾ, ആ സ്റ്റേറ്റ്മെൻറ്റുകൾ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സാജൻ സക്കറിയ സാറിന് ഈ പറയുന്ന മതമണ്ഡലത്തെക്കുറിച്ച്, ആത്മമണ്ഡലത്തെക്കുറിച്ച്, പിശാചും ദൈവവും ഒക്കെയുള്ള മണ്ഡലത്തെക്കുറിച്ച് വളരെ പരന്ന ഒരു അറിവ് മാത്രമേ ഉള്ളൂ. പരന്ന അറിവെന്ന് പറയുമ്പോൾ ഒരു സെക്കുലർ വ്യൂ എന്ന് വേണമെങ്കിൽ വിളിക്കാം. എല്ലാം ഒന്നാണ്, എല്ലാ മതങ്ങളും ദൈവമാണ്, എല്ലാ മതങ്ങളും ദൈവത്തെയാണ് വിളിക്കുന്നത്, ഇരുട്ടിൻ്റെ ശക്തി ഒന്നുമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെയൊന്നും ആരും ആരാധിക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിനെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്താണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം ഒന്നിച്ചു വെച്ചുകൊണ്ട് പാഠഭേദത്തിലൂടെ, ഞാൻ വേദപുസ്തകം പ്രസംഗിക്കുന്ന ആളല്ലേ, ദൈവവചനം എന്താ പഠിപ്പിക്കുന്നതെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി തരികയാണ്. ഒന്നാമത്തെ ചോദ്യം, ആഭിചാരം, ക്ഷുദ്രപ്രവൃത്തികൾ ഇവയുണ്ടോ? ഉണ്ടെങ്കിൽ അവയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണ്? ആദ്യമേ പറയാം, ഒരു വെളിച്ചത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മറുഭാഗത്ത് ഒരു ഇരുട്ടിൻ്റെ ശക്തി അല്ലെങ്കിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. ദൈവത്തെ അല്ലാതെ മറ്റെന്തിനെ ആളുകൾ ആരാധിച്ചാലും, മറ്റെന്തിനോട് ആളുകൾ സേവിച്ചാലും, അത് ആ ആരാധന, ആ പ്രാർത്ഥന ചെല്ലുന്നത് ഈ ഇരുട്ടിൻ്റെ ശക്തിക്കടുക്കലായിരിക്കും. ഞങ്ങളുടെ ചർച്ചിൽ എന്നോടൊപ്പം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ റെനി ജോർജ് ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഓഫീസ് ബോസ്, അദ്ദേഹവും ഒരു ക്രിസ്ത്യാനിയാണ്. എന്നാൽ അദ്ദേഹം ഈ ബോംബെയിലൊക്കെയുള്ള ഓഫീസുകളിൽ നടക്കുന്ന എല്ലാ ഉത്സവങ്ങൾക്കും എല്ലാ മതങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങൾ ചിലപ്പോഴൊക്കെ ആഘോഷിക്കും. അപ്പോൾ അദ്ദേഹം ഏത് മതത്തിൻ്റെ ആചാരമാണെങ്കിലും അതിൻ്റെ മുമ്പിൽ പോയി തലകുമ്പിടും. റെനി ജോർജ്, ഞങ്ങളുടെ അസോസിയേറ്റ് പാസ്റ്റർ, അദ്ദേഹം ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊന്നും പങ്കെടുക്കത്തില്ല. തനിക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ മുമ്പിൽ താൻ തലകുമ്പിടാൻ പോയില്ല. അപ്പോൾ തൻ്റെ ബോസ് വന്നിട്ട് റെനി ജോർജിനോട് പറഞ്ഞു, റെനി, ഞാനും ഒരു ക്രിസ്ത്യനാണ്, എന്നെ കണ്ടില്ലേ, ഞാൻ ഇതിനെ എല്ലാത്തെയും സ്വീകരിക്കുന്നു, അങ്ങനെ വേണം നല്ല ക്രിസ്ത്യാനികൾ. അപ്പോൾ റെനി ജോർജിൻ്റെ മറുപടി, സാറേ, നിങ്ങൾ ഏതിൻ്റെയെങ്കിലും മുമ്പിൽ കുമ്പിടുമ്പോൾ അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ തലവണക്കണം. ആരാണെന്നറിയാതെ അതിൻ്റെ മുമ്പിൽ നിങ്ങൾ തലവണക്കരുത്. പിശാചാണോ ദൈവമാണോ, ആരുടെ മുമ്പിലാണ് നിങ്ങൾ തലവണക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് മാത്രമേ തലവണക്കുവാൻ പാടുള്ളൂ എന്ന് സാരം. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിൽ രണ്ട് ശക്തികളുണ്ട്, വെളിച്ചത്തിൻ്റെ ശക്തിയും ഇരുട്ടിൻ്റെ ശക്തിയും. എല്ലാം വെളിച്ചത്തിൻ്റെ ശക്തിയാണെന്ന് ഞാൻ പറയുകയില്ല. വെളിച്ചത്തിൻ്റെ ശക്തി ദൈവം മാത്രമാണ്. സകല ചരാചരത്തെയും സൃഷ്ടിച്ച, ഈ അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ച ദൈവം ഒരേ ഒരു ദൈവം. അവന് പല പേരുകളുണ്ടെന്ന് ലോകം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഏക സത്യ ദൈവം, സർവശക്തനായ ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, അഡ്രസ്സ് മാറിപ്പോകാത്ത ഒരു പേര് മാത്രമേ ഉള്ളൂ, അത് സൃഷ്ടികർത്താവായ ദൈവം. സൃഷ്ടികർത്താവായ ദൈവമേ എന്ന് ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിച്ചാൽ 100 പേര് വന്ന് ഹാജരാകത്തില്ല ഞാനാണ് സൃഷ്ടികർത്താവെന്ന് പറഞ്ഞ്. മറിച്ച് ആരാണോ ഭൂമിയെ സൃഷ്ടിച്ചത്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്, ആ ദൈവം മാത്രമേ ആ വിളി കേൾക്കുകയുള്ളൂ. പകരക്കാരനില്ലാത്ത, പല അഡ്രസ്സില്ലാത്ത ഒരേ ഒരു പേര് സൃഷ്ടികർത്താവാകുന്ന ദൈവം. ബാക്കിയെല്ലാം, അത് ഏത് മതവുമാകട്ടെ, ഏത് വിശ്വാസവുമാകട്ടെ, ബാക്കി എന്തിനേയും നിങ്ങൾ ആരാധിച്ചാൽ ആരാധന പോകുന്നത് സൃഷ്ടികർത്താവായ ദൈവത്തിങ്കിലേക്കല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആരാധനയെ അപഹരിക്കുവാൻ, മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്യുവാൻ കാത്തിരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികളിലേക്കാണ് ആ ആരാധന പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവത്തോടല്ലാതെ മറ്റെന്തിനോട് പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ആരാധന കേൾക്കുന്നത് ഇരുട്ടിൻ്റെ ശക്തികളാണ്. അങ്ങനെയാണെങ്കിൽ കൂടോത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ആഭിചാര ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ദൈവമല്ല ഈ ആഭിചാരത്തിൻ്റെ പിന്നിലുള്ള ശക്തി. മറുനാടൻ ഷാജൻ സാറ് പറഞ്ഞ കാര്യം അത്രയും ശരിയാണ്. ദൈവം അങ്ങനെ ചെയ്യത്തില്ല. ദൈവം ഒരിക്കലും തിന്മ ചെയ്യുന്ന ദൈവമല്ല.
പിന്നെ ആരാണ് ഇത് ചെയ്യുന്നത്? ഒരു സംശയവുമില്ല, ഇരുട്ടിൻ്റെ ശക്തികളാണ് ചെയ്യുന്നത്. ഇരുട്ടിൻ്റെ ശക്തികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു? ആഭിചാരത്തിന് എന്തെങ്കിലും ശക്തിയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും, ഈ കൂടോത്രത്തിനും ആഭിചാരത്തിനും ഒന്നും അതിൽ തന്നെ ഒരു ശക്തിയില്ല. ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് മലയാളിക്കടയിൽ ഞങ്ങളുടെ ആ ചേട്ടൻ, ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് 2 രൂപയുടെ ശർക്കര വാങ്ങിച്ചു കൊണ്ട് പോകുന്നു, ഗൂഡ്. അപ്പോൾ ആ ശർക്കര വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തിന് ഈ 2 രൂപയുടെ ശർക്കര വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, അത് വർഷങ്ങളായിട്ടുള്ള പതിവാണ്. എന്തിനെന്ന് ചോദിച്ചാൽ, അമ്മായിമ്മ ചാകാൻ വേണ്ടി ഈ സ്ത്രീ ക്ഷുദ്രം ചെയ്യാൻ, കൂടോത്രം ചെയ്യാനാണ് ഈ ശർക്കര കൊണ്ടുപോകുന്നത്. അവിടെ അടുത്തുള്ള ഏതോ ഒരു അവരുടെ ആരാധന സ്ഥലത്ത് ഈ ശർക്കര കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അമ്മായിമ്മ മരിച്ചു പോകണം. ഒരിക്കൽ ഞങ്ങളുടെ മലയാളി ചേട്ടൻ ഈ സ്ത്രീയോട് ചോദിച്ചു, എന്നിട്ട് അമ്മായിമ്മ മരിക്കുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഓത്തോ മർണേവാലി നഹിയെ, അങ്ങനൊന്നും അവർ ചാകത്തില്ല. 2 രൂപയുടെ ശർക്കര കൊടുത്താൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ആഭിചാരം ചെയ്താൽ ഒരു വ്യക്തി മരിക്കുമോ? അതിനുള്ള സാധ്യതയുണ്ടോ? ഈ 2 രൂപയുടെ ശർക്കരയ്ക്കും അല്പം ഫലത്തിനോ അല്പം പുഷ്പങ്ങൾക്കോ ഒന്നും ഒരു ശക്തിയുമില്ല. അതൊരു അന്ധവിശ്വാസമാണ്. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കണം, മറുഭാഗത്ത് ഇതേ ആഭിചാരക്രിയ ചെയ്യുമ്പോൾ ഈ അന്ധവിശ്വാസത്തെ വിശ്വാസമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിൻ്റെ പേരാണ് ഇരുട്ടിൻ്റെ ശക്തി, അല്ലെങ്കിൽ പൈശാചിക ശക്തി. അവൻ്റെ ആഗ്രഹം, പിശാചിൻ്റെ ആഗ്രഹം, മനുഷ്യൻ അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടക്കണം. അവനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒരു ആഭിചാരം ചെയ്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, അതൊരു പള്ളിയാകാം, അതൊരു അമ്പലമാകാം, അതൊരു മോസ്കാകാം, ഈ 3ഇടത്തും ആഭിചാരക്രിയകളുണ്ട് കേട്ടോ. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പറയാം. ചിലർ പറയത്തില്ലേ, കടമുറ്റം സേവയെന്ന് പറയത്തില്ലേ? കടമുറ്റം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. പിന്നെ ഇനി കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില പള്ളികളുടെ പേരുകൾ പറയത്തില്ലേ, ചില മോസ്കുകളുടെ പേരുകൾ പറയത്തില്ലേ, ചില അമ്പലങ്ങളുടെ പേരുകൾ പറയത്തില്ലേ? ആ പേരുകൾ പറഞ്ഞിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? ആഭിചാരം ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇവർ ആഭിചാരം ചെയ്യുമ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ സാധിപ്പിക്കുന്നത് അന്ധകാര ശക്തികളാണ്, പൈശാചിക ശക്തികളാണ്. അതിൻ്റെ പിന്നിലെല്ലാം വ്യാപരിക്കുന്നത് ഇരുട്ടിൻ്റെ ശക്തികളാണ്. ആ പറഞ്ഞ പള്ളിയുടെയോ അമ്പലത്തിൻ്റെയോ അല്ലെങ്കിൽ ചർച്ചിൻ്റെയോ ഒക്കെ പേരിൽ, കടമറ്റത്ത് പള്ളിയാണ് ഞാൻ ഉദാഹരണമായി പറഞ്ഞത്, അങ്ങനെ എത്ര പള്ളികളുണ്ട് നിങ്ങൾക്കറിയാം, എന്നെക്കാട്ടിൽ കൂടുതൽ അറിയാം. ആ പള്ളികളുടെ പേരിലൊക്കെ ഈ ആഭിചാരക്രിയയെ സാധിപ്പിച്ചു കൊടുത്ത് പ്രവർത്തിക്കുന്നത് ആരാണ്? പൈശാചിക ശക്തികളാണ്. അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചാൽ, അവിടെ ഇങ്ങനെ ചെയ്താൽ അന്ധവിശ്വാസം വർദ്ധിപ്പിക്കണം. പിശാച് എന്ത് ചെയ്യും? പിശാച് മനുഷ്യൻ്റെ ഉള്ളിൽ വീണ ആ അന്ധവിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ അവരെന്താണോ ആഗ്രഹിച്ചത് അത് ചെയ്തു കൊടുക്കും. സുധാകരനിട്ട് ആരോ ആഭിചാരം ചെയ്തു, എവിടെയാണ് ചെയ്തതെന്ന് അറിയത്തില്ല. ഒരു പൈശാചിക ശക്തി സുധാകരനെ ആക്രമിക്കുകയാണ്, അദ്ദേഹത്തെ രോഗിയാക്കി മാറ്റുകയാണ്. സുധാകരനാണിപ്പോൾ കഥാപുരുഷൻ, അതുകൊണ്ടാണ് സുധാകരൻ്റെ ഉദാഹരണമെടുത്ത് പറയുന്നത്. അങ്ങനെയാണ് ആഭിചാരം വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെ ആളുകൾക്കകത്തൊരു വിശ്വാസമുണ്ടാകും, ആഭിചാരം ചെയ്താൽ ഫലിക്കും. ആ പർട്ടിക്കുലർ സ്ഥലത്ത് പോയി ആ പർട്ടിക്കുലർ ക്രിയ ചെയ്തു കഴിഞ്ഞാൽ, ആ പ്രത്യേക തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം പോലെ അവരുടെ ശത്രുവിനെ തകർക്കുവാൻ കഴിയും. പണ്ട് ഈ മഹാരാഷ്ട്രയിലെ മുംബൈ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഒരു സെക്രട്ടറിയൊക്കെ ആയിരുന്ന എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, മഹാരാഷ്ട്രയിലാണ് കേട്ടോ. ഒരിക്കൽ ഞാനും അദ്ദേഹം കൂടെ ഒന്നിച്ച് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഫോൺ കോൾ വന്നു. അദ്ദേഹത്തിന് വന്ന ഫോൺ കോളിൽ അദ്ദേഹം ഉത്തരം പറയുകയാണ്, തനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത, തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളാണ് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന ഒരു ഭീഷണിയുണ്ട് കേട്ടോ. ഹിന്ദി പറയുകയാണ്, മേ ഹാത്ത് സേ നഹി മാരൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ കൈകൊണ്ട് അടിക്കത്തില്ല, വേറെ വിധത്തിൽ എനിക്ക് അടിക്കാനറിയാം. അപ്പോൾ KPCC മാത്രമല്ല MPCCയിലും കൂടോത്രം ചെയ്യാൻ അറിയാവുന്നവരുണ്ടെന്ന് എൻ്റെ വ്യക്തിപരമായ അടുത്ത അനുഭവം. എന്തായാലും ദൈവകൃപയാൽ ആ MPCC സെക്രട്ടറിയുടെ ഭാര്യ ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയാൻ പറ്റാതെ നിരാശ കൊണ്ട്, പൈശാചിക ആക്രമണം കൊണ്ട് തകർന്നിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥനയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആ അന്ധകാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയൊക്കെ ചെയ്തത് കഥയുടെ മറ്റൊരു ഭാഗം. ഞാൻ മടങ്ങി വരട്ടെ. സുധാകരനാണ് കഥാപുരുഷൻ. അങ്ങനെ ഒരു ആഭിചാരം ചെയ്തു കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്
പൈശാചിക ശക്തികൾ, ആക്രമണങ്ങൾ, പ്രശ്നങ്ങൾ അഴിച്ചുവിടുന്നു. ആ വ്യക്തിയുടെ ജീവിതം വലിയ ദുസ്സഹമായി മാറുന്നു. അങ്ങനെയാണ് ആഭിചാരങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കൂടോത്രം ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായിട്ട് പറയാം, കൂടോത്രങ്ങൾ ഫലിക്കും. കൂടോത്രമെന്ന അല്ലെങ്കിൽ ആഭിചാരമെന്ന അന്ധവിശ്വാസത്തെ സാത്താൻ കണ്ടമാനം പ്രൊമോട്ട് ചെയ്യുകയും സാത്താന്യ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകസത്യ ദൈവമാകുന്ന കർത്താവായ യേശുക്രിസ്തു, എൻ്റെ രക്ഷിതാവാകുന്ന സൃഷ്ടികർത്താവാകുന്ന ദൈവം അല്ല ഇതൊന്നും ചെയ്യുന്നത്. പിന്നെ ആരാണ് ചെയ്യുന്നത്? ഈ പറഞ്ഞതുപോലെ ഇരുട്ടിൻ്റെ ശക്തികളാണ് ചെയ്യുന്നത്. പല പേരിലായിരിക്കാം ഈ ഇരുട്ടിൻ്റെ ശക്തികൾ അറിയപ്പെടുന്നത്. ഈ പേരുകളൊക്കെ അവർക്ക് അസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള പേരുകളാണ്. ഒരു പള്ളിയിൽ നിന്ന് അയക്കുന്ന ഒരു ശക്തിക്ക് ഒരു പക്ഷേ ആ പള്ളിയുമായി ബന്ധത്തിലുള്ള പേരിലായിരിക്കാം അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഓരോന്നും. എന്നാൽ ആ പേരുകൾക്കൊക്കെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഇരുട്ടിൻ്റെ ശക്തി. അല്ലാതെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചിലർ പടത്തിലെ കടമുറ്റം സേവയിൽ നിന്നുള്ള ആക്രമണമാണ്. ഈ എന്തിനാ ക്രിസ്തീയ പേര് പറയുന്നതെന്ന് അറിയാമോ? മറ്റെന്തെങ്കിലും പേര് പറഞ്ഞാൽ ഇനി അതൊരു വിപ്ലവമാക്കണ്ട എന്നോർത്തുകൊണ്ടാണ്. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ക്രിസ്തീയ പേരങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ക്രിസ്ത്യാനിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ആഭിചാര പ്രസ്ഥാനത്തിൻ്റെ പേരങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ കടമുറ്റം സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കരുത് ആ കടമുറ്റത്തെ ആ പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കത്തനാരിൻ്റെ എന്തെങ്കിലും ഒരു അവതാരമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. നല്ല കേട്ടോ, അത് ഒരു പേര് എടുത്തിട്ട് സാത്താൻ അങ്ങ് വരികയാണ്. ഈ പണ്ടൊക്കെ ഈ ആളുകളുടെ ശരീരത്തിൽ നിന്ന്, അതായത് ഈ ആളുകളുടെ ശരീരത്തിൽ നിന്ന് ഈ കൂടോത്രം കൊണ്ടും പിന്നെ ഈ കൈവശം എന്നൊക്കെ പെടത്തില്ലേ, ആഭിചാരം എന്നൊക്കെ പെടത്തില്ല, അതുകൊണ്ടൊക്കെ ആളുകൾക്കുണ്ടാകുന്ന ബാധകളൊക്കെ ഒഴിപ്പിക്കുന്ന, അതിനെ പുറത്താക്കുന്ന ആത്മീക ശുശ്രൂഷകൾ അനേക ദൈവദാസന്മാർ ചെയ്തിട്ടുണ്ട്. ധാരാളം സമയം ഞാനും അത് ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന, പല പ്രസ്ഥാനങ്ങളിൽ നിന്ന് വന്ന, പല പേരിൽ നിന്ന് വന്ന അന്ധകാരങ്ങൾ അവരെ വിട്ടുപോകുന്നതും ആഭിചാരങ്ങൾ, കൈവശങ്ങൾ, കൂടോത്ര ശക്തികളൊക്കെ അഴിഞ്ഞു പോകുന്നതും ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മിറക്കുലസ് ആയിട്ടുള്ള ഹീലിങ് ഓൺ ദ സ്പോട്ട് നടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അന്ധകാരങ്ങളൊക്കെ ഇവരുടെ ശരീരത്തിൽ ഇങ്ങനെ വെളിപ്പെടുമ്പോൾ പല പേരുകൾ പറയും. ഞാൻ ഇന്നാരാണ്, ഇന്നടത്തു നിന്നാണ് വന്നത് എന്നൊക്കെ പറയും. ആ പേരുകളൊക്കെ വളരെ വിചിത്രമാണ് കേട്ടോ. ചിലപ്പം പറയുന്ന പേര് ഈ വ്യക്തിയുടെ മരിച്ചുപോയ ഉപ്പാപ്പൻ്റെ പേരായിരിക്കും പറഞ്ഞത്. എല്ലാം വ്യാജമാണ്, കള്ളത്തരം പറയും. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പണ്ടൊരിക്കൽ ഞാൻ ഓർക്കുന്നു, ഒരു ദേവദാസൻ പറഞ്ഞ ഒരു അനുഭവം. ഒരു വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും ഒരു പിശാച് വെളിപ്പെട്ടപ്പോൾ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആ പൈശാചി ശക്തി പറഞ്ഞു ഞാൻ ഉണ്ണുണ്ണി സാറാണെന്ന്. ഏത് ഉണ്ണുണ്ണി സാറ്? നമ്മുടെ IPC കുമ്പനാടിൻ്റെ സ്ഥാപക നേതാവാകുന്ന കെ എബ്രഹാം സാറിൻ്റെ പേരിലാണ് ഭൂതം വെളിപ്പെട്ടത്. അപ്പോൾ കെ എബ്രഹാം സാറിൻ്റെ പേര് ഭൂതം വെളിപ്പെടും. അപ്പോൾ കെ എബ്രഹാം സാറ് പൈശാചി ശക്തിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ? അങ്ങനല്ല. അതിന് പിന്നെ ഒരു ചെറിയ കഥയുണ്ടായിരുന്നു. അതായത് ഈ ഭൂതം ഏത് അമ്മച്ചിയിലാണ് ഇരുന്നത്, ഈ അമ്മച്ചിക്ക് എവിടെയോ കെ എബ്രഹാം സാറിൻ്റെ ഒരു ഫോട്ടോ കിട്ടി. ആ ഫോട്ടോ അമ്മച്ചി ഭിത്തിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ബൾബൊക്കെ അതിന് മുകളിലിട്ട് അമ്മച്ചി കെ എബ്രഹാം സാറിനെ പ്രത്യേകമായിട്ടൊന്ന് ആദരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടിച്ചാത്തൻ അതിലോട്ട് പോയപ്പോൾ കെ എബ്രഹാം സാറിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ലൈറ്റ് ഇട്ടിരിക്കുന്നു. ഈ കുട്ടിച്ചാത്തന് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ കെ എബ്രഹാം സാറിൻ്റെ പേരങ്ങെടുക്കാം, ഉണ്ണുണ്ണി സാറ്. ഉണ്ണുണ്ണി സാർ എന്ന പേരിൽ ഈ അമ്മച്ചിയിൽ പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. നമ്മളിപ്പം കേട്ടിട്ടില്ല ഡിങ്കൻ്റെ മതം. ഈ അടുത്ത സമയങ്ങളിൽ വേണമെങ്കിൽ ഈ ഡിങ്കനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞ് കോപ്രായം കാണിക്കുന്ന കുറേ പേരുണ്ടല്ലോ. അവർ നല്ല ആത്മനിർവ്വമുള്ള മീറ്റിങ്ങിൽ വന്നിരുന്നാൽ അവരുടെ അകത്തു നിന്ന് പിശാച് വെളിപ്പെട്ടാൽ ഏത് പേര് പറയുന്നറിയോ? ഡിങ്കൻ എന്ന പേര് പറയും. കാരണം ഡിങ്കൻ എന്ന പേരിൽ ഒരു പുതിയ വിശ്വാസ സംഹിത തന്നെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അത് മോക്ക് ചെയ്യുവാൻ വേണ്ടി, പരിഹസിക്കുവാൻ വേണ്ടി, മതത്തെ പരിഹസിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണെങ്കിലും ഡിങ്കൻ്റെ പേരിലും വേണമെങ്കിൽ പിശാച് കളിക്കുവാനിടയായിത്തീരും. ഡിങ്കൻ്റെ പേരെടുത്തും പൈശാചിക ശക്തികൾ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുവാനിടയായിത്തീരുമെന്നുള്ളത് നമ്മൾ മറന്നു പോകത്തില്ല. ഇതൊക്കെ ഒരു പ്രത്യേക അസൈൻമെൻറ്റിന് വേണ്ടി എടുക്കുന്ന പേരുകളാണ്. അസൈൻമെൻറ്റിന് വേണ്ടി എടുക്കുന്ന പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. ഈ കോൾ സെൻറ്ററുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരില്ലേ, മിക്കവാറുമൊക്കെ നമ്മുടെ ഇന്ത്യയിലെ കോൾ സെൻറ്ററുകളിൽ വർക്ക് ചെയ്യുന്നവർ ഫോറിൻ കമ്പനികൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. UK വേണ്ടി, USA വേണ്ടിയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഇന്ത്യയിലാണ് ഇരിക്കുന്നതെങ്കിലും
അമേരിക്കയിലുള്ളൊരു ക്ലയൻറ്റുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഇന്ത്യൻ പേരാണ് അദ്ദേഹത്തിനുള്ളതല്ലേ. അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഇന്ത്യൻ പേരാണോ അവിടെ ഉള്ള അമേരിക്കൻ ക്ലയൻറ്റിനോട് സംസാരിക്കുന്നത്? അല്ല, ഇദ്ദേഹത്തിൻ്റെ ജോബ് പർപ്പസിന് വേണ്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു അസൈൻഡ് നെയിമുണ്ട് അല്ലേ. അല്ലാതെ അമേരിക്കയിൽ നിന്നൊരു കോൾ വരുമ്പോൾ ഇന്ത്യയിലിരിക്കുന്ന സ്റ്റാഫ് ഞാൻ ബിജു ആണ്, അല്ലെങ്കിൽ ഞാൻ ജോമോനാണ്, ഞാൻ ഇങ്ങനെയുള്ള പേരുകളൊന്നുമല്ല പറയുന്നത്. പിന്നെ എന്താ ഒരു അസൈൻഡ് നെയിം, സാമെന്നോ ചാൾസ് എന്നോ ഒക്കെ പറയുന്ന ഒരു പേരായിരിക്കും പറയുന്നത്. കാരണം എന്താ, ആ വർക്കിന് വേണ്ടി അസൈൻ ചെയ്യപ്പെട്ട നെയിമാണ്. ഇതുപോലെ തന്നെയാണ് പൈശാചിക മണ്ഡലങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെല്ലാം, ഈ കൂടോത്രങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്, അന്ധകാര ശക്തികളാണ്. പിന്നെ അത് ഏത് പള്ളിയിൽ പോയിട്ടാണ് അവർ കൂടോത്രം ചെയ്തത്, ആ പള്ളിയുടെ പേരിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ആ മോസ്കിൻ്റെ പേരിൽ, ആ ഒരു പർട്ടിക്കുലർ അമ്പലത്തിൻ്റെ പേരിൽ, ആ ദർഗയുടെ പേരിൽ ആ പൈശാചികമാകുന്ന ശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആളുകളുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാകും, ആ സ്ഥലത്ത് നിന്നാണ് ഇത് സംഭവിക്കുന്നത്. അല്ല, കോമൺ ആയിട്ട് ഇതെല്ലാം പിശാചിൻ്റെ പ്രവർത്തികളാണ്. ഇനിയും ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ് ഇതിന് ഒരു പ്രതിശാന്തി? സുധാകരൻ പോയിട്ട് എന്ത് ചെയ്തു? ഒരു കൂടോത്രമഴിപ്പിക്കുവാൻ പത്തനംതിട്ടക്കാരനാകുന്ന മറ്റൊരു മന്ത്രവാദിയെ വിളിച്ചുകൊണ്ടുവന്നു. പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നാണ് സുധാകരൻ ചിന്തിച്ചിരിക്കുന്നത്. എന്നാൽ സുധാകരൻ എങ്ങാനും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു സത്യം ഞാൻ പറഞ്ഞു തരാം. പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് പരിഹരിക്കപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞു തരാം. ആരോ സുധാകരന് എതിരായി ചെയ്ത ആഭിചാരക്രിയ, പൈശാചിക ശക്തികളെ ഉപയോഗിച്ചുള്ള ക്രിയ. ഷാജൻ സക്രിയ സാറെ, ആളുകൾക്കറിയാം ഇത് പൈശാചിക ശക്തി ഉപയോഗിച്ചുകൊണ്ടാണെന്ന് അറിയാം. പക്ഷേ അവർക്ക് ദൈവവും പിശാചും ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പണ്ട് ഒരമ്മച്ചി ഇങ്ങനെ വഴി കാണുന്ന എല്ലാ നേർച്ചപ്പെട്ടികളിലും പണമിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വഴി കണ്ടപ്പോൾ ഒരു കുട്ടിച്ചാത്തൻ്റെ നേർച്ചപ്പെട്ടി കണ്ടു. അതിനകത്ത് അമ്മച്ചി പണം വിട്ടു. അപ്പോൾ ആളുകൾ ചോദിച്ചു, അമ്മച്ചി എന്തിനാ അതിനകത്തിട്ടത്? അപ്പം അമ്മച്ചി പറഞ്ഞു, ആരാ എപ്പം സഹായത്തിന് വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ആരെയും പണക്കാൻ പാടില്ല. അങ്ങനെ ജീവിക്കുന്നവരാണ് ഭൂമിയിലെ 90% ആളുകളും. സത്യമേതാ, നീതി ഏതാ, വെളിച്ചമേതാ, ഇതൊന്നും നോക്കാത്തൊരു സമൂഹമാണ് എൻ്റെ പൊന്ന് ഷാജൻ സക്കറിയ സാറേ. അവർ വേണമെങ്കിൽ പിശാചിൻ്റെ നേർച്ചപ്പെട്ടിയിലും പണമിടുന്നവരാണ്. അങ്ങനെയും പ്രാർത്ഥിച്ച് ശത്രുവിനെ ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിശാചിൻ്റെ ശക്തികളാണ് ഈ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട KPCC പ്രസിഡൻറ്റിനെ ആക്രമിച്ചത്, ആഭിചാരം എന്ന പേരിൽ ആക്രമിച്ചത്. അതിനെ ഒഴിപ്പിക്കാൻ സുധാകരനും പ്രിയപ്പെട്ട ഉണ്ണിത്താൻ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ദോഷൈക ദൃക്കുകൾ, ഞങ്ങളെപ്പോലുള്ളവർ എല്ലാത്തിലും ദോഷം കാണുന്നവരാണ്. അവർ പറഞ്ഞു വരുത്തിയിരിക്കുന്നത് ഉണ്ണിത്താനാണ് സഹായിച്ചതെന്ന്. എന്തുമാകട്ടെ, കണ്ടുപിടിച്ച പത്തനംതിട്ടക്കാരൻ അദ്ദേഹം ആരാണ്? അദ്ദേഹം ഒരു ഈ പറഞ്ഞതുപോലെ വെളിച്ചത്തിൻ്റെ ദാസൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ, ദൈവം അയച്ച മനുഷ്യനൊന്നുമല്ല. പിന്നെ ആരാണ്? മറ്റൊരു ആഭിചാരക്രിയ ചെയ്യുന്ന ആൾ, ഒരു മന്ത്രവാദക്രിയ ചെയ്യുന്ന ഒരു മന്ത്രവാദിയെയാണ് വിളിച്ചത്. അത് പറയാനുള്ള ധൈര്യം മറ്റ് മാധ്യമങ്ങൾക്കൊന്നും ഇല്ലായിരുന്നെങ്കിലും നമ്മുടെ മറുനാടനുണ്ടായി. അതിനെ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. പത്തനംതിട്ടക്കാരൻ ആഭിചാരക്രിയ ചെയ്യുന്നവനെ സുധാകരൻ വിളിച്ചു. സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചത്? കള്ളനെ പിടിക്കാൻ, കള്ളനെ പുറത്താക്കാൻ കള്ളനെ വിളിച്ചു അല്ലേ? ഒരു കള്ളനെ പുറത്താക്കാൻ വേറെ ഒരു കള്ളനെ വിളിച്ചു. ഒരു സാത്താനെ പുറത്താക്കാൻ വേറൊരു പൈശാചിക ശക്തിയുടെ സഹായം തേടി. അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വീട്ടിൽ കള്ളൻ കയറിയാൽ അവനെ പുറത്താക്കാൻ 2 മാർഗമുണ്ട്. ഒന്നാമത്തെ മാർഗം, ഞങ്ങൾ ബോംബെക്കാരായതുകൊണ്ട് ബോംബെ പശ്ചാത്തലത്തിൽ നിന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ കയറിയാൽ നമ്മുടെ ലോക്കൽ സ്ഥലത്തെ, നമ്മുടെ ഗല്ലിയിലെ ഒരു ദാദ, അവിടുത്തെ എന്താ പറയുന്നത്, ഒരു അധോലോകത്തിൻ്റെ നേതാവിനെ വിളിച്ചുകൊണ്ട് വരിക. അവൻ വന്നിട്ട് എന്തു ചെയ്യും? നമ്മുടെ വീട്ടിൽ കയറിയ കള്ളനെ ചെവിക്ക് പിടിച്ച് ഭീഷണിപ്പെടുത്തി ഇറക്കി വിടും. ഇത് ഒരു മെത്തേഡ്. ഒരു കള്ളനെ പിടിച്ചു പുറത്താക്കാൻ അവനെക്കാട്ടിലും ബലമുള്ള ഒരു കള്ളനെ വിളിച്ചുകൊണ്ട് വരിക. രണ്ടാമത്തെ മെത്തേഡെന്ന് പറഞ്ഞാൽ പോലീസിനെ വിളിക്കുക എന്നുള്ളതാണ്. പോലീസ് വന്നാലോ? പോലീസ് വരും, കള്ളനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. 2 മെത്തേഡാണ്. പക്ഷെ 2 മെത്തേഡിന് വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്താണെന്നറിയാമോ? ആദ്യത്തെ മെത്തേഡ്, ചെറിയ കള്ളനെ പുറത്താക്കാൻ വലിയ കള്ളനെ കൊണ്ടുവന്നാൽ ചെറിയ കള്ളൻ പുറത്തു പോകും. പിന്നെ നാളെ മുതൽ നമ്മൾ വലിയ കള്ളൻ്റെ അടിമയായിരിക്കും എന്ന് പറഞ്ഞാൽ വലിയ അന്ധകാര ശക്തിയുടെ അടിമയായിരിക്കും.
പഴയ പ്രശ്നം മാറും, പണ്ടുണ്ടായിരുന്ന വേദനകളൊക്കെ മാറും, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷേ ഇപ്പോൾ അതിലും വലിയ ഒരു അന്ധകാരത്തിൻ്റെ അടിമയായിരിക്കുകയാണ്. ഒരു പുതിയ പ്രശ്നമുണ്ടാകും. ആ പുതിയ പ്രശ്നം പഴയതുമായിട്ട് ഒരു ബന്ധവും കാണുകയില്ല. നമ്മളോർക്ക് ഇപ്പോൾ ഒരു പുതിയ പ്രശ്നമാണല്ലോ. അല്ല സുധാകരേട്ട, നിങ്ങൾ ഒരു കള്ളനെ പിടിക്കാൻ വേറെ ഒരു കള്ളനെ കൊണ്ടുവന്നപ്പോൾ, അല്ലെങ്കിൽ വേറൊരു അന്ധകാര ശക്തിയിൽ ആശ്രയിച്ചപ്പോൾ നിങ്ങളുടെ മേൽ ഒരു പുതിയ പ്രശ്നം കൂടെ ഉണ്ടായിരിക്കുകയാണ്. വലിയൊരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ വീണുപോയിരിക്കുകയാണ്. അതിലും നല്ലത് കള്ളനെ പുറത്താക്കുവാൻ പോലീസിൻ്റെ അടുക്കൽ പോവുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ പുറത്താക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വെളിച്ചത്തിൻ്റെ അടുക്കലേക്ക് പോവുക. വെളിച്ചം വന്നാൽ ഇരുള് താനായി തന്നെ പുറത്തു പോകും. എൻ്റെ വീട്ടിൽ വന്ന മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ സെക്രട്ടറിയുടെ ഭാര്യയോട്, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ആ സ്ത്രീക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ കഴിയാൻ പറ്റുകയില്ലായിരുന്നു. ഒരു ഇരുട്ട് തൻ്റെ മേൽ വരുന്നതായിട്ട് തനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു, താൻ ഭയപ്പെടുമായിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഇരുട്ടിനെ പുറത്താക്കുവാൻ നിങ്ങളുടെ വീട്ടിൽ വെളിച്ചം വരട്ടെ. വീട്ടിൽ വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ട് താനായി തന്നെ പുറത്തു പോകും. ഇരുട്ടിനെ ആരും തള്ളി പുറത്താക്കേണ്ട കാര്യമില്ല. വെളിച്ചം വീട്ടിൽ വരട്ടെ. ആ സഹോദരി അത് സ്വീകരിച്ചു. അവർക്ക് സമാധാനമുണ്ടായി. വെളിച്ചം ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, വെളിച്ചം ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇരുട്ട് പുറത്തേക്ക് പോയി. എന്നെ കേൾക്കുന്ന കേൾവിക്കാരെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കേരളത്തിൻ്റെ വെളിച്ചമെന്നോ ഇന്ത്യയുടെ വെളിച്ചമെന്നോ ഏഷ്യയുടെ വെളിച്ചമെന്നോ അല്ല യേശു പറഞ്ഞത്. അങ്ങനെ അവകാശപ്പെട്ട അനേകരുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒരു ലോക്കൽ സ്ഥലത്തിൻ്റെ വെളിച്ചമാണെന്ന് അവകാശപ്പെട്ടവരുണ്ട്. പക്ഷേ യേശു കർത്താവ് പ്രഖ്യാപിച്ചത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കേവലം ഒരു ചെറിയ ഒരു വിളക്കല്ല, ഒരു പ്രദേശത്തെ പ്രകാശിപ്പിക്കുന്ന വിളക്കല്ല, മറിച്ച് സൂര്യനെ പോലെ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന നീതി സൂര്യനാകുന്ന യേശുക്രിസ്തു. വെളിച്ചം ജീവിതത്തിലേക്ക് വന്നാൽ, യേശുവിൻ്റെ സൂര്യകിരണങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് വീണാൽ ഇരുളിന് പിന്നെ അവിടെ സ്ഥാനമില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ആഭിചാരം ഇസ്രയേലിന് ഫലിക്കത്തില്ല. ആരാണ് ഇസ്രയേൽ? ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനം. വേദപുസ്തകം പറയുന്നു, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച നാമാണ് യഥാർത്ഥ വിശ്വാസ വാഗ്ദത്ത ഇസ്രയേൽ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വെളിച്ചം നമ്മിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഈ ഇരുട്ടിൻ്റെ ശക്തികളെ, ഈ അന്ധകാരത്തെ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും ആ വിചാരം ഫലിക്കാതിരിക്കുന്നെങ്കിൽ അത് ദൈവമക്കൾക്ക് മാത്രമാണ്. കാരണം അവരുടെ സഹവാസം, സഹവർത്തിത്വം വെളിച്ചത്തോടൊപ്പമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.